Uniformly loaded DC distributor. Uniformly loaded means at regular intervals a constant value of current is drawn from each load point. So last class concentrated loading പഠിച്ചതാണ് uniformly loaded. അതിൽ different cases ഉണ്ട്. Uniformly loaded distributor fed at one end, uniformly loaded distributor fed at both ends. Fed at both ends ൽ തന്നെ equal voltages and unequal voltages. So first one, uniformly loaded distributor fed at one end. So a distributor AB is shown here and the feeding point is point A. So point A ലാണ് supply ചെയ്യുന്നത്, voltage supply ചെയ്യുന്നത് point A ലാണ്. So ഇവിടെ ഫിക്സഡ് ഇൻ്റർവെൽ, അതായത് 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടെ കറണ്ട് I ടാപ്പ് ചെയ്ത് എടുക്കുന്നത്. സോ അതിനെയാണ് യൂണിഫോംലി ലോഡഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലോഡഡ് യൂണിഫോംലി വിത്ത് I amperes per meter length. So consider a point C on the distributor at a distance x from point A. Then current C will be equal to IL minus IX. So ഒരു മീറ്ററിലെ കറണ്ട് ആണ് I. Okay, current per meter is equal to I. So total length of the distributor is L. So the total current will be IL. So feeding point A യിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കറണ്ട് ടോട്ടൽ കറണ്ട് IL ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു പോയിന്റ് C കൺസിഡർ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം പോയിന്റ് A. സോ കറണ്ട് അറ്റ് പോയിന്റ് C വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കറണ്ട് IL മൈനസ് IX. അതായിരിക്കും കറണ്ട് അറ്റ് പോയിന്റ് C. ഇനി റെസിസ്റ്റൻസ് പെർ മീറ്റർ ലെങ്ത് ഇസ് സ്മോൾ ലെറ്റർ R. സോ റെസിസ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ സ്മോൾ ലെങ്ത് ഇവിടെ കൺസിഡർ ചെയ്യുക, നിയർ പോയിന്റ് C DX ലെങ്ത് കൺസിഡർ ചെയ്യുക. അപ്പോൾ DX ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് RDX ആയിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ലെങ്ത് DX DV വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു R ആണ് വോൾട്ടേജ് ഡ്രോപ്പ്. സോ ഈ കേസിൽ കറണ്ട് അറ്റ് പോയിന്റ് C ഇസ് I ഇൻറ്റു L മൈനസ് X ഇൻറ്റു R DX. സോ ഈക്വൽ ടു IR ഇൻറ്റു L മൈനസ് X DX. സോ വോൾട്ടേജ് കിട്ടി. സോ വോൾട്ടേജ് അത് DX ലെങ്ത്തിലുള്ള വോൾട്ടേജ് ആണ്. ഇനി ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടർ അപ് ടു പോയിന്റ് C. സോ അപ് ടു പോയിന്റ് C we have to integrate 0 to C. So V is equal to 0 to X IR into L minus X dx. So integrating we will get V as IR into LX minus X square by 2. Okay. So ഇനി നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു പോയിന്റ് B കണ്ടുപിടിക്കണം. So up to point B the total length is L. So substitute X equal to L in the equation of voltage. Then voltage drop over the distributor AB will be equal to IR into substitute X is equal to L. Then we will get half IRL square, that is half into small letter I, small letter R, small letter L square. സോ ഇവിടെ സ്മോൾ ലെറ്റർ IRL എന്നൊക്കെ പറയുന്നത് അത് ഒരു മീറ്ററിലെ കറണ്ട് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, IM R എന്നും പറയുന്നത്. ഇനി നമുക്ക് അതൊരു കംപ്ലീറ്റ് ലെങ്ത് കിട്ടണമെങ്കിൽ കംപ്ലീറ്റ് ലെങ്ത്തിലുള്ള കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് I ഇൻറ്റു L ആണ്. ഓക്കെ, സോ I ഇൻറ്റു Lനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ I എന്ന് എഴുതാം. ഇനി R ഇൻറ്റു L വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടറും ടോട്ടൽ കറണ്ട് എൻറ്ററിങ് അറ്റ് പോയിന്റ് A. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദ ഡിസ്ട്രിബ്യൂട്ടർ AB വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു IR, where I is the total current entering at point A and R is the total resistance of the distributor. So ഇങ്ങനെയാണ് യൂണിഫോംലി ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, യൂണിഫോംലി ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്. സോ അതിലെ ഫസ്റ്റ് വൺ ആണ് വിത്ത് ഈക്വൽ വോൾട്ടേജസ്. സോ രണ്ട് പോയിന്റ്, അതായത് പോയിന്റ് A പോയിന്റ് ബിയിൽ നിന്ന് ഈക്വൽ വോൾട്ടേജസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. So consider this distributor AB having length L meters. The resistance per meter length is R, small letter R, and current per meter is small letter I. So ഇവിടെ equal voltages V ആണ് point A നിന്നും point B നിന്നും feed ചെയ്യുന്നത്. So the total current supplied will be equal to I into L. Okay, I into L ആയിരിക്കും total current. ഇനി ഇവിടെ ഈക്വൽ വോൾട്ടേജസ് ആണ് ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കറണ്ട് സപ്ലൈഡ് ഫ്രം ഈച്ച് ഫീഡിംഗ് പോയിന്റ് വിൽ ബി I ഇൻറ്റു L ബൈ 2.
Okay. So consider a point C at a distance x from point A. So current at point C will be equal to A supply ചെയ്യുന്ന current IL/2 ആണ്. So current at point C will be equal to total current is IL. Supply A point supply ചെയ്യുന്നത് IL/2. So current at point C will be equal to I into L/2 minus IX. കാരണം x ഡിസ്റ്റൻസിലാണ് C കൺസിഡർ ചെയ്തിരിക്കുന്നത്. So current at point C will be equal to I into L/2 minus x. ഇനി നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഡി എക്സ് ലെങ്ത് കൺസിഡർ ചെയ്യുക. അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഡി വി വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു L/2 മൈനസ് എക്സ് ഇൻറ്റു ആർ ഡി എക്സ്. പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് ആർ. സോ ഡി എക്സ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് ആർ ഡി എക്സ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു പോയിന്റ് സി വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എക്സ് ഐ ഇൻറ്റു ആർ L/2 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ we will get voltage drop up to point C as IR/2 into Lx minus x square. Okay, so ഇവിടെ രണ്ട് പോയിന്റിൽ നിന്നും ഈക്വൽ വോൾട്ടേജസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ വിൽ ബി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, സോ ആ കംപ്ലീറ്റ് ലെങ്ത് എൽ ഉള്ള ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും മിനിമം പൊട്ടൻഷ്യൽ പോയിന്റ് വരുന്നത്. സോ ആ മിനിമം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടെ വോൾട്ടേജ് കുറവായിരിക്കും. വോൾട്ടേജ് കുറവ് മീൻസ് അവിടെ maximum voltage drop ആയിരിക്കും. So to find out maximum voltage drop, substitute x is equal to L/2 in this equation. So അത് substitute ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും maximum voltage drop will be equal to IR/2 into Lx minus x square. So substitute x is equal to L/2 in this equation. Then we will get 1/8 IR into L square. So ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ Lനെ I into L എന്നും R into L എന്നും എഴുതാം. So I into L is total current capital letter I, R into L is total resistance capital letter R. So maximum voltage drop is 1/8 into IR. Okay, ഇനി minimum voltage maximum voltage ഡ്രോപ്പിലായിരിക്കും minimum voltage വരുന്നത്. So minimum voltage കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ വോൾട്ടേജ് വി ആണ്. സോ വി മൈനസ് IR/8 ചെയ്യുമ്പോൾ നമുക്ക് മിനിമം വോൾട്ടേജ് കിട്ടും. ആൻഡ് ദിസ് മിനിമം വോൾട്ടേജ് ഇസ് അറ്റ് മിഡ് പോയിന്റ് ബിക്കോസ് രണ്ട് പോയിന്റിൽ നിന്നും ഈക്വൽ വോൾട്ടേജസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ മിഡ് പോയിന്റിലായിരിക്കും മിനിമം പൊട്ടൻഷ്യൽ പോയിന്റ് വരുന്നത്. സോ ഇവിടുത്തെ കേസിൽ മിഡ് പോയിന്റ് അതായത് അറ്റ് എ ഡിസ്റ്റൻസ് L/2 ആയിരിക്കും മിനിമം പൊട്ടൻഷ്യൽ പോയിന്റ് വരുന്നത്. സോ അതാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ഈക്വൽ വോൾട്ടേജസ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് അൺഈക്വൽ വോൾട്ടേജസ്. സോ അൺഈക്വൽ വോൾട്ടേജസ് ആകുമ്പം നേരത്തെ സെയിം ഫിഗർ തന്നെ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിൽ നിന്നും അൺഈക്വൽ വോൾട്ടേജസ് വി എ ആൻഡ് വി ബി ആണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഓൾസോ കൺസിഡർ എ പോയിന്റ് സി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം പോയിന്റ് എ. സോ പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ സി, പോയിന്റ് സി ആണ് പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുന്നത്. സോ ഫ്രം എ ടു സി ദ ഡിസ്റ്റൻസ് ഇസ് എക്സ് ആൻഡ് ഫ്രം സി ടു ബി the distance is L minus x. സോ ഇവിടെ അൺഈക്വൽ വോൾട്ടേജ് ആണ് ഇവിടെ രണ്ട് പോയിന്റിൽ നിന്നും ഫീഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് രണ്ട് സെക്ഷനിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ കൺസിഡർ ചെയ്യണം. അതായത് സെക്ഷൻ എ സി ആൻഡ് സെക്ഷൻ സി ബി, ആ രണ്ട് കേസും ഇവിടെ കൺസിഡർ ചെയ്യണം. സോ ഈ സെക്ഷൻ എ സിയിലുള്ള കറണ്ട് IX ആണ്. ഓക്കെ, IX കറണ്ട് ആണ് ഫ്രം പോയിന്റ് എ സപ്ലൈ ചെയ്യുന്നത് IX കറണ്ട് ആണ്. ഇനി ഫ്രം പോയിന്റ് ബി സപ്ലൈ ചെയ്യുന്ന കറണ്ട് I ഇൻറ്റു L മൈനസ് എക്സ് ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ എ സി വിൽ ബി ഈക്വൽ ടു, സോ ഇവിടെ നേരത്തെ ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണം. സോ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഫ്രം 0 ടു എക്സ് I ഇൻറ്റു എക്സ് ഇൻറ്റു ആർ ഡി എക്സ് എന്ന് വരും. സോ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം IX²/2 വരും. സോ ലിമിറ്റ് അപ്ലൈ ചെയ്ത ശേഷം കറണ്ട് ഇൻ സെക്ഷൻ IR ഇൻറ്റു x²/2 എന്ന് വരും. കറണ്ട് ഇൻ സെക്ഷൻ എ സി ഈസ് ഈക്വൽ ടു IR ഇൻറ്റു x²/2. നെക്സ്റ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ ബി സി. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സെക്ഷൻ ബി സിയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ഫ്രം 0 ടു ബി സി സെക്ഷനിലെ ലെങ്ത് L മൈനസ് എക്സ് ആൻഡ് ദ കറണ്ട് ഇസ് IX, ദറ്റ് ഇസ് IX ഇൻറ്റു
ആർ ഡി എക്സ്. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ ബി സി കിട്ടും. ദാറ്റ് ഈസ് ഐ ആർ ഇൻറ്റു എൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, സോ നമുക്ക് രണ്ട് സെക്ഷനിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടി. സോ പോയിൻറ്റ് സി ആണ് മിനിമം പൊട്ടൻഷ്യൽ വരുന്നത്. സോ രണ്ട് സെക്ഷനിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്, വോൾട്ടേജ് ബിറ്റ്വീൻ 2 points വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദാറ്റ് 2 points. ഇപ്പോൾ വോൾട്ടേജ് between 2 points A and C will be equal to, that is VA minus VC will be equal to voltage drop over the section AC. Okay, so ആ ഒരു ഇക്വേഷൻ പഠിച്ചതാണ്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് അറ്റ് പോയിന്റ് സി നമുക്ക് എഴുതാം VA മൈനസ് ഡ്രോപ്പ് ഓവർ എ സി എന്ന് എഴുതാം. അതായത് ഇത് കിട്ടിയത് ഇങ്ങനെയാണ്, VA മൈനസ് VC is equal to ഡ്രോപ്പ് ഓവർ എ സി ആണ്. ഓക്കെ, സോ നമുക്ക് വി സി ആണ് വേണ്ടത്. സോ വി സി കണ്ടുപിടിക്കാൻ വേണ്ടി VA മൈനസ് ഡ്രോപ്പ് ഓവർ എ സി. സോ VA മൈനസ് IR ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇനി പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ ആണ് സി. ഓക്കെ, സോ നമുക്ക് ഫ്രം പോയിന്റ് ബി എന്നുള്ള വോൾട്ടേജ് കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ വി സി കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രം പോയിന്റ് ബി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി സി വിൽ ബി ഈക്വൽ ടു വി ബി മൈനസ് ഡ്രോപ്പ് ഓവർ ബി സി. സോ ഇത് എഴുതിയത് വി ബി മൈനസ് വി സി ഇസ് ഈക്വൽ ടു ഡ്രോപ്പ് ഓവർ ദ സെക്ഷൻ ബി സി. സോ ഇതിൽ നിന്ന് വി സി കണ്ടുപിടിക്കാം. സോ രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, രണ്ട് ഇക്വേഷൻ, വി സിക്കുള്ള രണ്ട് ഇക്വേഷൻ കിട്ടി. സോ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റ് ചെയ്ത ശേഷം പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എക്സ്, അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ബൈ ഐ ആർ എൽ പ്ലസ് 1/2. സോ പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ ആണ് എക്സ്. ഓക്കെ, അതായത് പോയിന്റ് നമ്മൾ സി ആണ് എടുത്തത്, പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ബൈ ഐ ആർ എൽ പ്ലസ് 1/2. സോ അതാണ് ഡി സി ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ഈക്വൽ വോൾട്ടേജസ് ആൻഡ് unequal voltages.